എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയില്ലേ? എന്തേ നമുക്ക് ചിന്തയില്ലാതെ പോയത്? എന്തേ നമുക്ക് പേടിയില്ലാതെ പോയത്? എത്ര വാളുകൾ കേട്ടവരാണ്, എത്ര നസീഹത്തുകൾ നമ്മൾ കേട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഇനി മാറിയേ പറ്റൂ. അതിന് പറ്റിയ മാസമാണ് പരിശുദ്ധമായ റമളാൻ. 11 മാസക്കാലം നമ്മൾ സുഖിച്ചു ജീവിച്ചവരാണ്, തോന്നിയതുപോലെ ജീവിച്ചവരാണ്. ഇനി അങ്ങനെ ആയാ പറ്റൂല. ഈ 10-ാം കല്ലിന്റെ മജ്‌ലിസില് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, നമ്മൾ സൂക്ഷ്മതയുള്ളവരായിട്ട് ജീവിക്കാ അല്ലാഹു നമുക്ക് നൽകിയ മാസമാണല്ലോ പരിശുദ്ധമായ റമളാൻ മാസം. ആ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇത്തഖുല്ലാഹ്. ഈ റമളാൻ എന്തിനാ നമുക്ക് തരുന്നത്? ലഅല്ലക്കും തത്തഖൂ. നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്തിനേറെ പറയണം, ഈ പള്ളിയുടെ അടിസ്ഥാനം തന്നെ തഖ്വയിൽ അധിഷ്ഠിതമാണെന്നു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ നിസ്കാരം നമുക്ക് നൽകിയത് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നോമ്പ് നമുക്ക് നൽകിയത് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ, ഔലിയാക്കൾ, സഹാബാക്കൾ എന്ന് വേണ്ട ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും നമുക്ക് കീഴ്പ്പെടുത്തി തന്നതല്ല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകം അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? ആകാശം നമുക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? സൂര്യനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും തന്നില്ലേ? എല്ലാ ആർഭാടങ്ങളും തന്നില്ലേ? എല്ലാ ആരോഗ്യവും തന്നില്ലേ? സമ്പത്ത് തന്നില്ലേ? നല്ല മക്കളെ തന്നില്ലേ? നല്ല ജീവിതം തന്നില്ലേ? നല്ല കുടുംബം തന്നില്ലേ? നല്ലൊരു നാടിനെ തന്നില്ലേ? നല്ലൊരു പള്ളിയെ തന്നില്ലേ? നല്ല നാട്ടുകാരെ തന്നില്ലേ? ഇതെല്ലാം എന്തിനാണെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിചാരം? ലഅല്ലക്കും തത്തഖൂ. സൂക്ഷ്മതയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. റബ്ബിന് തഖ്വ ചെയ്യണേ മടിക്കാതെ, സൃഷ്ടിച്ചതും അതിനാ സുഹൃത്തേ നിന്നെയും. റബ്ബിന് തഖ്വ ചെയ്യണേ മടിക്കാതെ, സൃഷ്ടിച്ചതും അതിനാ സുഹൃത്തേ നിന്നെയും. നിന്നെ സൃഷ്ടിച്ചത് എന്തിനാണ്? റബ്ബിന് തഖ്വ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.